ഹായ്, വെൽക്കം. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയിലെ 12th സ്റ്റാൻഡേർഡിലെ അമൈൻസ് എന്നുള്ള ചാപ്റ്ററാണ്. നിങ്ങളെല്ലാവരും റീനീറ്റ് എക്സാം പ്രിപ്പറേഷനായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. അപ്പോൾ നമുക്കിന്ന് അമൈൻസ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നമുക്കൊന്ന് ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സിൽ നമുക്കാവുന്നത്ര ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, എമംഗ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് which one is heterocyclic tertiary aromatic amine? So ഈ ചോദ്യത്തിന് വിച്ച് ഈസ് ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിങ്ങിന്റെ ഉള്ളിൽ എന്ത് വരണം? ഒരു ഹെട്രോ ആറ്റം ലൈക്ക് നൈട്രജനോ ഓക്സിജനോ സൾഫറോ ഒക്കെ വരണം, റിങ്ങിൽ വരണം. ഓക്കെ, റിങ്ങിനോട് ഭാഗമായിട്ട് ആര് വരണം? ഒരു ഹെട്രോ ആറ്റം വരണം. ഹെട്രോസൈക്ലിക് എന്ന് മാത്രമല്ല പറഞ്ഞത്, ടെറിഷറി ആയിരിക്കണം. ഓക്കെ, ടെറിഷറി എന്താണ്? അമൈൻ ആണ്. ടെറിഷറി അമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൈട്രജനിൽ എന്തുണ്ടാവരുത്? ഹൈഡ്രജൻ ഉണ്ടാവരുത്. there should be no hydrogen on that nitrogen. നൈട്രജനിൽ 3 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് എന്ത് എന്ന് നമുക്ക് പറയാം? NH3 അമോണിയാണ്. 2 ഹൈഡ്രജൻ ആണുള്ളതെങ്കിൽ അത് പ്രൈമറി അമൈൻ ആണ്. ഈ പറയുന്ന ഒരു ഹൈഡ്രജനേ ഉള്ളൂ എങ്കിൽ സെക്കൻഡറി അമൈൻ ആണ്. ഹൈഡ്രജൻ ഒന്നും തന്നെ ഇല്ല എങ്കിൽ അത് ടെർഷ്യറി അമൈൻ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആരോമാറ്റിക്കും ആയിരിക്കണം. സോ അവിടെ ഒരു ആരോമാറ്റിക് റിങ്ങും ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഓപ്ഷൻ എ നമ്മൾ എടുക്കുമ്പോൾ പിപ്പിരിഡിൻ ആണ് കൊടുത്തിട്ടുള്ളത്. പിപ്പിരിഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പിപ്പിരിഡിൻ വരുന്നത്. ഇത് ഹെട്രോസൈക്ലിക് ആണ്. ടെറിഷറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ ഒരു വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? സെക്കൻഡറി ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ഇത് അരോമാറ്റിക് ആണോ? അല്ല. അപ്പൊ ഉറപ്പായിട്ടും ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബിയിലേക്ക് നോക്കിയാൽ NN ഡൈമീഥൈൽ അനിലിൻ. അപ്പൊ ഞാൻ അനിലിൻ, നമുക്ക് ആദ്യം അനിലിൻ ഒന്ന് വരയ്ക്കാം. അനിലിൻ വരച്ചു. ഇതാണ് അനിലിൻ. അനിലിൻ അല്ല ചോദിച്ചത്, NN ഡൈമീഥൈൽ അനിലിനാ ചോദിച്ചത്. അപ്പം ഈ അനിലിനിലെ 2 ഹൈഡ്രജന് പകരം ആരെ നമ്മൾ കൊടുക്കുന്നു? CH3, അതായത് മീഥൈലിനെ കൊടുക്കുന്നു. സോ നൗ ദിസ് ഈസ് NN ഡൈമീഥൈൽ അനിലിൻ. ഈ നൈട്രജനിനോട് ഹൈഡ്രജൻ ഒന്നും കണക്റ്റഡ് അല്ല, ടെറിഷറി ആണ്. ഇവിടെ അരോമാറ്റിക് റിംഗ് ഉണ്ട്, അരോമാറ്റിക് ആണ്. ഹെട്രോസൈക്ലിക് ആണോ? അല്ല. ഈ റിങ്ങിലല്ല നൈട്രജൻ വന്നത്, റിങ്ങിന്റെ പുറത്താണ് ആര് വന്നിട്ടുള്ളത്? നൈട്രജൻ വന്നിട്ടുള്ളത്. സോ അതും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഓർത്തോട്ടൊളുവിഡീൻ. എന്താണ് ഓർത്തോട്ടൊളുവിഡീൻ? ടൊളുവീൻ മീൻസ് CH3, ഇഡീൻ മീൻസ് അനിലിൻ എന്നുള്ള രീതിയിൽ ഓർത്തോയ്ക്കുക, ഓർത്തോ പൊസിഷനിൽ കൊടുക്കുന്നു. ഇത് നിങ്ങൾ പറ, ഇത് ഹെട്രോസൈക്ലിക് ആണോ? ഹെട്രോസൈക്ലിക് അല്ല. നൈട്രജൻ വന്നിരിക്കുന്നത് എവിടെയാണ്? റിങ്ങിന് പുറത്താണ്. അപ്പോഴും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഇനി നമുക്കുള്ള ഏക ഓപ്ഷൻ എന്താണ്? പിരിഡിൻ ആണുള്ളത്. അപ്പൊ പിരിഡിന്റെ സ്ട്രക്ചർ ഇതാണ്. പിരിഡിന്റെ സ്ട്രക്ചർ, യെസ്, ഇതാണ് പിരിഡിന്റെ സ്ട്രക്ചർ വന്നിട്ടുള്ളത്. നമുക്ക് പറയാൻ പറ്റും ഈ നൈട്രജൻ റിങ്ങിലാണ് വന്നത്, ദാറ്റ് ഈസ് ഹെട്രോസൈക്ലിക് ആണ്. പിരിഡിൻ അരോമാറ്റിക് ആണ്. നൈട്രജനിൽ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇതിനെ ടെർഷ്യറി ആയിട്ട് പറയാൻ പറ്റും. സോ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. IUPAC നോമൻക്ലേച്ചർ ഫോർ ദ ഗിവൺ കോമ്പൗണ്ട്. നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. അപ്പൊ നമുക്ക് ഇയാളുടെ പേരങ്ങ് എഴുതാം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഒരു നൈട്രജൻ ഉണ്ട്, അവിടെ ഒരു CH3 ഉണ്ട്, ഒരു CH2 ഉണ്ട്, ഒരു CH2 ഉണ്ട്. ഏതാണ് ലോങ്സ്റ്റ് ചെയിൻ? അത് സെലക്ട് ചെയ്യുക. ഏതാണ് ലോങ്സ്റ്റ് ചെയിൻ? ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത ഈ ചെയിൻ അല്ലേ ലോങ്സ്റ്റ് ചെയിൻ വരുന്നത്? യെസ് ഓർ നോ? യെസ്, ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ വരിക. ഈ 2 ഗ്രൂപ്പിനും പകരം H ആയിരുന്നു എങ്കിൽ ഇയാളുടെ പേര് എന്ത് വന്നേനെ? ഇത് പ്രൊപ്പൻ, ഇത് അമൈൻ, പ്രൊപ്പൻ അമൈൻ എന്ന് വന്നേനെ. ഇപ്പൊ പ്രൊപ്പനമൈൻ അല്ല. ഇപ്പം അമൈനിലുള്ള നൈട്രജനിന്റെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഹൈഡ്രജന് പകരം വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കുക. മീഥൈലും ഉണ്ട്, ഈഥൈലും ഉണ്ട്. ഈ C കുറച്ച് ഇപ്പുറത്തേക്കാണ്, CH2 എന്നാണ്. അപ്പോ എന്നിൽ എന്തുണ്ട്? എന്നിൽ മീഥൈലുണ്ട്, അതുപോലെ എന്നിൽ എന്തുണ്ട്? ഈഥൈലുണ്ട്. ശരിയല്ലേ? N ഈഥൈലുണ്ട്, N മീഥൈലുണ്ട്. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് പ്രസന്റ് ഇൻ നൈട്രജൻ. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പറയേണ്ടത് പ്രിഫിക്സ് ആയിട്ട്. അപ്പൊ അതിൽ ആരെയാ നമ്മൾ ആദ്യം പറയുക? ഏതാണ് ആൽഫബറ്റിക്കലി ആദ്യം? E അല്ലേ? അപ്പോ N ഈഥൈൽ, N മീഥൈൽ,
ഇനി നമുക്ക് എന്ത് കൊടുക്കാം? വേർഡ് റൂട്ട് കൊടുക്കാം. എന്താണ് വേർഡ് റൂട്ട് വരുന്നത്? പ്രൊപ്പൻ അമൈൻ എന്ന് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊപ്പൻ 1 അമൈൻ എന്ന് നമുക്ക് കൊടുക്കാം. സോ പ്രൊപ്പൻ അമൈൻ ഓർ പ്രൊപ്പൻ 1 അമൈൻ. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? എൻ ഈഥൈൽ, എൻ മീഥൈൽ പ്രൊപ്പനമൈൻ. യെസ്, 1 പ്രൊപ്പനമൈൻ അല്ലെങ്കിൽ പ്രൊപ്പൻ 1 അമൈൻ. നമുക്ക് ഓപ്ഷൻ ചെയ്ത് കൊടുക്കാം, ബി ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. C3H9N കനോട്ട് റെപ്രസെന്റ്. അപ്പോൾ C3H9N കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പ്രൈമറി അമൈൻ, സെക്കൻഡറി അമൈൻ, ടെർഷ്യറി അമൈൻ, ക്വാട്ടർണറി അമോണിയം സോൾട്ട്. പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഉത്തരം പറയാം. ഇനി ഞാൻ ഇതിലേക്ക് കടക്കുകയാണ്. C3H9N ഇതിന് പ്രൈമറി അമൈൻ പോസിബിൾ ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ സിംപ്ലി ഒരു സ്ട്രക്ചർ എഴുതി നോക്കുകയാണ്. CH3, CH2, CH2, NH2. ഓക്കെ, ഇപ്പൊ നോക്കി, 3 കാർബൺ, 3 2 5 2 7 2 9 ഹൈഡ്രജൻ, ഒരു നൈട്രജൻ, ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഉറപ്പായിട്ടും എന്ത് പോസിബിൾ ആണ്? പ്രൈമറി അമൈൻ പോസിബിൾ ആണ്. റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഇനി ഈ സ്ട്രക്ചർ വെച്ചിട്ട് സെക്കൻഡറി അമൈൻ പോസിബിൾ ആണോ എന്ന് നോക്കാം. നൈട്രജനിൽ ഞാൻ ഇതാ ഒരു ഗ്രൂപ്പ് CH3 ആക്കി കൊടുത്തു, ഒരു ഗ്രൂപ്പ് CH2 CH3 ആയിട്ട് കൊടുത്തു, ഒരു ഹൈഡ്രജൻ കൂടി കൊടുത്തു. ഇത് പോസിബിൾ അല്ലേ? C3H 3 2 5 3 8 1 9 N. അപ്പോൾ ഇതെന്താണ്? നൈട്രജനിൽ ഒരു ഹൈഡ്രജൻ ആണുള്ളത്. ദാറ്റ് ഈസ് സെക്കൻഡറി അമൈൻ. സെക്കൻഡറി അമൈനും പോസിബിൾ ആണ്. ഇനി ടെർഷ്യറി അമൈന് നിങ്ങൾ നോക്കാം, ഈ രീതിയിൽ എഴുതിക്കൂടെ? നൈട്രജൻ, ഇവിടെ ഞാൻ 3 കാർബൺ അല്ലേ ഉള്ളത്, CH3 കൊടുത്തു, ഈ Hന് പകരം ഒരു കാർബൺ കൂടി കൊടുത്തു, CH3 ആക്കി, ഇവിടെ ഒരു CH3 ആക്കി. ഓക്കെ, അപ്പൊ എന്ത് വന്നു? എഗെയിൻ ഈ നൈട്രജനിൽ ഹൈഡ്രജൻ ഒന്നുമില്ല. നൗ ദിസ് ഈസ് ടെർഷ്യറി അമൈൻ. 3 ഗ്രൂപ്പുകൾ CH3 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 വന്നിട്ടുണ്ട്. ഇനി എന്താണ്? അപ്പോൾ ടെർഷ്യറി അമൈനും പറ്റും. അപ്പോൾ പറ്റാത്തത് ഉറപ്പായിട്ടും ഏതാണ്? ക്വാട്ടർണറി അമോണിയം സോൾട്ട്. ക്വാട്ടർണറി അമോണിയം സോൾട്ട് ആകണമെങ്കിൽ നൈട്രജനിനോട് കണക്ട് ചെയ്യുന്ന എത്ര ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് വരണമെന്ന് മനസ്സിലാക്കുക. 4 ഗ്രൂപ്പുകൾ വരണം. അപ്പൊ 4 ഗ്രൂപ്പുകൾ വരണമെങ്കിൽ മിനിമം ക്വാട്ടർണറി അമോണിയം സോൾട്ട് കാണിക്കണമെങ്കിൽ ആ ഒരു കെമിക്കൽ ഫോർമുലയിൽ എത്ര കാർബൺ ആറ്റം വരണം? മിനിമം 4 കാർബൺ ആറ്റം വരണം. ഇവിടെ ആകെ 3 കാർബൺ ആറ്റേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ക്വാട്ടർണറി അമോണിയം സോൾട്ട് ഈ പറയുന്നത് പോലെ എന്താണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആൻസർ ചെയ്തെടുക്കാം. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ എടുക്കാം. Which is the best method of preparation of primary aliphatic amines from alkyl halide? അപ്പൊ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് നോക്കണേ, ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് which is the best method for preparation of primary aliphatic amine എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ ആരിൽ നിന്നുള്ളതാ? അത് അമൈഡിൽ നിന്നുള്ളതല്ലേ? ഇതല്ലേ ഒരു അമൈഡ്. നമ്മൾ അമൈഡിനെ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് എ ബേസിലേക്ക് NaOH അല്ലെങ്കിൽ KOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് പ്രൈമറി അമൈൻ കിട്ടും. പക്ഷേ ഇതാണോ അവർ ചോദിച്ചത്? അല്ല. റിയാക്ഷൻ വിത്ത് NH3, റിയാക്ഷൻ വിത്ത് NH3. അപ്പൊ ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിൽ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ഇതിനെ നമ്മൾ NH3 വെച്ച് ട്രീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് RXലേക്ക് NH3 വരുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് RNH2 ആണ്, പിന്നെ ഒന്നുള്ളത് R2NH ആണ്, പിന്നെയുള്ളത് R3N ആണ്, പിന്നെ എന്തും പ്രൊഡ്യൂസ് ചെയ്യും? R4N+ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് മനസ്സിലാക്കുക. മിക്സ്ചർ ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടർണറി അമോണിയം സോൾട്ടുകൾ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമുക്ക് ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി അമൈൻ ഇതല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മിക്സ്ചർ ആണ് ഒബ്റ്റെയിൻ ചെയ്യാൻ. മിക്സ്ചറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ എന്താണ് പ്രയാസമാണ്. ഇനി ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ മിക്സ്ചർ കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് എന്തായിരിക്കണം? എക്സസ് ആയിരിക്കണം. ആ കാര്യം കൂടി ഓർക്കണം. നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ഒക്കെ എക്സസ് ആണെങ്കിൽ എന്ത് സംഭവിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറയുന്ന മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ റിയാക്ഷന്റെ പേരാണ് എന്ത്? ഹോഫ്മാൻ അമോണോലൈസിസ്. അപ്പൊ ഇതുമല്ല, ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ.
ഗബ്രിയേൽ ഫ്താലിമൈഡ് റിയാക്ഷൻ. എന്തായിരുന്നു ആ ഗബ്രിയേൽ ഫ്താലിമൈഡ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ ഒരു ഫ്താലിക് അൺഹൈഡ്രൈഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കി? എന്താണ് ഈ പറയുന്ന ഫ്താലമൈഡിൽ നിന്ന് നമ്മൾ ഫ്താലിമൈഡ് ഉണ്ടാക്കി. ഓക്കെ, ഫ്താലമൈഡിൽ നിന്ന് നമുക്ക് ആദ്യം ഫ്താലിക് ആസിഡ് ഉണ്ടായിരുന്നു. ഫ്താലിക് ആസിഡിൽ നിന്ന് നമ്മൾ ഫ്താലമൈഡ് ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ എന്തുണ്ടാക്കി? ഫ്താലിമൈഡ് ഉണ്ടാക്കി. ഈ ഫ്താലിമൈഡിനെ നമ്മൾ ആദ്യം എന്ത് വെച്ച് ട്രീറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പഠിച്ചു? ബേസിലേക്ക് KOH വെച്ച് ട്രീറ്റ് ചെയ്തു. ഇവിടെയുള്ള OH മൈനസ് ഈ അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ CO, ഇവിടെ CO, ഇവിടെ N, ഇവിടെ മൈനസും ഇവിടെ ബാക്കിയുള്ള K+. അതായത് ഇവിടെ നിന്ന് OHും പോയി, ഇവിടെ നിന്ന് ആരും പോയി? Hും പോയി. NK+ വന്നു. ഇവരിലേക്ക് നിങ്ങൾ RX എന്ന് പറയുന്ന ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യുന്നു. ഇവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾക്ക് ഏത് പ്രൈമറി അമൈൻ ആണോ വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആ പൊസിഷൻ ഇവിടെയാണ്, ഈ സ്റ്റെപ്പിലാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ മെത്തേഡ് ഗബ്രിയേൽ ഫ്താലിമൈഡ് സിന്തസിസ്, ഈ മെത്തേഡ് വഴി നിങ്ങൾക്ക് പ്രൈമറി അമൈനുകളെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ്. പ്രൈമറി ആലിഫാറ്റിക് അമൈനുകളെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതും പ്രൈമറി ആലിഫാറ്റിക് അമൈൻ ഇവിടെ ഏത് ബെസ്റ്റ് മെത്തേഡ് വഴിയാണ് സിന്തസൈസ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ഗബ്രിയേൽ ഫ്താലിമൈഡ് സിന്തസിസ് ആണ്. ഇനി ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആനയോൺ ഫോംഡ് ഫ്രം ഫ്താലിമൈഡ് ആരിലേക്ക് പോയി അറ്റാക്ക് ചെയ്യും? R ഗ്രൂപ്പിലേക്ക് പോയി അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? X എലിമിനേറ്റ് ആവും. ദിസ് ഈസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷൻ എന്തുകൊണ്ട് അരോമാറ്റിക് പ്രൈമറി അമൈൻ തരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ R ഗ്രൂപ്പിലേക്കുള്ള അറ്റാക്ക് ഇത് അരൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ നടക്കില്ല എന്നുള്ളതാണ് വസ്തുത. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ നോക്കുക, ഇവിടെ ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കുമ്പോൾ നമുക്ക് ഇവിടെ വരിക, ഇവിടെ CO, ഇവിടെയും CO, ഇവിടെ ഇങ്ങനെ വന്നിട്ട് N എങ്ങോട്ടേക്ക് കണക്റ്റഡ് ആവും? Rലേക്ക് കണക്റ്റഡ് ആവും. ഇനി എന്ത് സംഭവിക്കും? നമ്മൾ എക്സസ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ എക്സസ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ONA വരും, ഇവിടെയും ONA വരും, ഇവിടെ 2 H ആയിട്ട് വരും. അതായത് NaOHലെ ONA ഇവിടെയും ONA ഇവിടെയും വന്ന അവിടുത്തെ Hകൾ ഇങ്ങോട്ടേക്ക് വരും. അപ്പം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് പിന്നെ കിട്ടുക എന്ന് നിങ്ങൾ നോക്കി? യെസ്, സോഡിയം സോൾട്ട് ഓഫ് എന്ത് കിട്ടും? ഫ്താലിക് ആസിഡ് കിട്ടും. പ്ലസ് നിങ്ങൾക്ക് എന്താ ബാക്കി വരുന്നത് എന്ന് നിങ്ങൾ നോക്കുക? പ്രൈമറി ആലിഫാറ്റിക് അമൈൻ ആണ് നിങ്ങൾക്ക് കിട്ടുക. സോ ഈ പറയുന്ന ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? ഉറപ്പായിട്ടും ഓപ്ഷൻ സി, ഗബ്രിയേൽ ഫ്താലിമൈഡ് റിയാക്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ഒരു ചോദ്യം, വിച്ച് റിയാക്ഷൻ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ദ പ്രൊഡക്റ്റ്? ഇതിൽ ഏത് റിയാക്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കുക, CH3CN പ്ലസ് H3O+. ഓക്കെ, അതായത് നൈട്രൈലിനെ ഹൈഡ്രോളിസിസ് ചെയ്യാണ്. നൈട്രൈലിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ആസിഡ് ആണ് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ടത് CH3COOH ആണ്. പക്ഷെ തന്നിരിക്കുന്നത് എന്താ? CH3CH2NH2. ഇത് തെറ്റാണ്. അവർ ചോദിച്ചത് എന്താ? വിച്ച് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നല്ലേ. അപ്പൊ ഇതല്ല ആൻസർ. CH3CN നൈട്രൈല് ട്രീറ്റഡ് വിത്ത് ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ CH3CN റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ട് എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കുക? CH3CH2NH2 തന്നെ കിട്ടും. അത് ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരിക. നൈട്രൈലിനെ നിങ്ങൾ ഡൈബാലച്ചുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആൽഡിഹൈഡ് ആണ്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന കറക്റ്റ് ആൻസർ സത്യത്തിൽ ഓപ്ഷൻ സിയിൽ വരേണ്ടത് ഏതാ? അസറ്റാൽഡിഹൈഡ് ആണ് വരേണ്ടത്, CH3CHO. ഇനി ലാസ്റ്റ് ഓപ്ഷൻ, അപ്പൊ സിയും തെറ്റാണ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കുക, CH3CN ട്രീറ്റഡ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഇത് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ ആണ്, അല്ലെ? CH3CN ട്രീറ്റഡ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX, CH3MgBr. അപ്പോ നോക്കുക, ഇവിടെ കാർബണിന് പാർഷ്യൽ പോസിറ്റീവ് ഉണ്ട്, നൈട്രജന് പാർഷ്യൽ നെഗറ്റീവ് ഉണ്ട്. ഇവിടെ കാർബണിന് പാർഷ്യൽ നെഗറ്റീവ് ഉണ്ട്, മഗ്നീഷ്യത്തിന് പാർഷ്യൽ പോസിറ്റീവ് ഉണ്ട്.
അപ്പോൾ ഈ പോസിറ്റീവ് ഈ നെഗറ്റീവിലേക്ക് പോയിട്ട് ഹിറ്റ് ചെയ്യും അല്ലെ, തിരിച്ച് അല്ലെ. ഈ നെഗറ്റീവ് ഈ പോസിറ്റീവിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഒരു ബോണ്ട് എന്താകും, ബ്രേക്ക് ആകും. അങ്ങനെ ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്ന ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇവിടെ CH3, ഇവിടെ C ഡബിൾ ബോണ്ട് N വരും. ഈ N മൈനസിലേക്ക് ആരാ വരിക, ഇവിടുത്തെ MgBr ആണ് വരിക. ഈ സിയിലേക്ക് ആരാ വന്ന് ഹിറ്റ് ചെയ്തത്, CH3 അല്ലേ. ഈ CH3 അവിടെ ഞാൻ കൊടുത്തു. ഇനി എന്ത് സംഭവിക്കുന്നു, ഹൈഡ്രോളിസിസ് സംഭവിക്കുന്നു. ഹൈഡ്രോളിസിസ് സംഭവിക്കുമ്പോൾ ഈ ഡബിൾ ബോണ്ട് NMgBrന്റെ ഭാഗം ഡബിൾ ബോണ്ട് OH ആയി മാറി ഇതെന്തായിട്ട് മാറും, കീറ്റോൺ ആയിട്ട് മാറും. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കീറ്റോൺ ആണോ അസറ്റോൺ ആണോ ആൻസർ വന്നിരിക്കുന്നത്, അല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വന്നിരിക്കുന്നത്. റെഡി? ഓക്കെ. അടുത്ത ഒരു ചോദ്യം നിങ്ങൾ നോക്കുക. വിച്ച് ഈസ് നോട്ട് ബെസ്റ്റ് മെത്തേഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഓൺലി പ്രൈമറി അമൈൻ. കേട്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഓൺലി പ്രൈമറി അമൈൻ. അപ്പൊ നിങ്ങൾ നോക്കുക, CH3Cl പ്ലസ് NH3, ഇവിടെ നിങ്ങൾ 3 മോള് CH3Cl ആഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി അമൈനും സെക്കൻഡറി അമൈനും ടെർഷ്യറി അമൈനും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ മിക്സ്ചർ ആണ് കിട്ടുക. അപ്പോൾ ഇത് ബെസ്റ്റ് മെത്തേഡ് അല്ല എന്നുള്ള കാര്യം നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ CH3Cl ട്രീറ്റഡ് വിത്ത് KCN. അപ്പൊ എന്താ കിട്ടുക, CH3Cl ട്രീറ്റഡ് വിത്ത് KCN, യു വിൽ ഗെറ്റ് CH3CN. അത് അവർ തന്നിട്ടുണ്ട്. ഇയാളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യാണ്, SN വിത്ത് HCl. അപ്പൊ എന്ത് കിട്ടും, CH3 CH2 NH2 ആണ് കിട്ടുക. അത് നല്ല മെത്തേഡാണ്. മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ആണ്, നല്ല മെത്തേഡാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, CH3 NH2നെ നിങ്ങൾ ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് ബേസുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐസോസയനൈഡ് കിട്ടുന്നു. ദിസ് ഈസ് ഐസോസയനൈഡ് ടെസ്റ്റ്, ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ്. ഇയാളെ നിങ്ങൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഐസോസയനൈഡിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, നിങ്ങൾക്ക് സെക്കൻഡറി അമൈൻ ആണ് കിട്ടുക, CH3NH CH3. ഇവിടെ സെക്കൻഡറി അമൈൻ ആണ് കിട്ടിയത്. ഇവിടെ അറ്റ്ലീസ്റ്റ് പ്രൈമറി അമൈൻ എങ്കിലും വന്നിരുന്നു. അപ്പൊ ഓടിച്ചാടി ഉത്തരം എഴുതരുത്. ഓപ്ഷൻ ഡി നോക്കുക, CH3CN H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ഹൈഡ്രോജനേഷൻ നടത്തുന്നു. എന്ത് കിട്ടും, CH3 CH2 NH2 ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഇവിടെ പ്രൈമറി അമൈൻ കിട്ടും. ഓപ്ഷൻ ബിയിൽ പ്രൈമറി അമൈൻ കിട്ടും. ഓപ്ഷൻ എയിലും പ്രൈമറി അമൈൻ വരുന്നുണ്ട്. ബെസ്റ്റ് മെത്തേഡ് അല്ല, സമ്മതിച്ചു. പക്ഷേ അപ്പൊ നമുക്ക് എയും അതുപോലെ തന്നെ സിയും പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ഏതാന്ന് നോക്കാം. എയില് പ്രൈമറി അമൈൻ വരുന്നുണ്ട്, സിയിൽ പ്രൈമറി അമൈൻ പോലും വരുന്നില്ല. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആൻസർ ഏതാണ്, ഓപ്ഷൻ സി ആണ് എന്ന് മനസ്സിലാക്കി. അടുത്ത ചോദ്യം, റൈറ്റ്. വിച്ച് ഈസ് മോസ്റ്റ് വോളറ്റൈൽ. വോളറ്റിലിറ്റി, ആരാണ് വോളറ്റിലിറ്റി, അല്ലെങ്കിൽ ആർക്കാണ് വോളറ്റിലിറ്റി കൂടുതൽ എന്ന് മനസ്സിലാക്കുക. വോളറ്റൈൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പിംഗ് ടെൻഡൻസിയാണ്. ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവുള്ള ആൾക്കാണ് വോളറ്റിലിറ്റി എന്താവുക, കൂടുക എന്ന് മനസ്സിലാക്കുക. സോ ബോയിലിംഗ് പോയിന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, വോളറ്റിലിറ്റി ആണ്. അപ്പം മാക്സിമം വോളറ്റൈൽ ചോദിച്ചാൽ ആർക്കാണ് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് എന്ന് നോക്കിയാൽ മതി. ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രൈമറി അമൈൻ, ദെൻ സെക്കൻഡറി അമൈൻ, ദെൻ ടെർഷ്യറി അമൈൻ. പ്രൈമറി അമൈനിന് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാം, സെക്കൻഡറിക്ക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നതിന്റെ എണ്ണം കുറവാണ്. ടെർഷ്യറിക്ക് നമുക്കറിയാം നൈട്രജനിൽ ഹൈഡ്രജൻ ഇല്ല, അപ്പൊ അവർക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റില്ല, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. സോ നിങ്ങൾ പറയാം വിച്ച് ഈസ് മോസ്റ്റ് വോളറ്റൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവുള്ള, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ടെർഷ്യറി അമൈനുകൾ ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. റൈറ്റ്? ഓക്കെ, അടുത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9, ആസിഡ് അൺഹൈഡ്രൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് പ്രൈമറി അമൈൻ ഗീവ്. അപ്പൊ ആസിഡ് അൺഹൈഡ്രൈഡ് വിത്ത് പ്രൈമറി അമൈൻ ആണ്. ഏതെങ്കിലും ഒരു പ്രൈമറി അമൈൻ എടുക്ക്, CH3. അപ്പൊ ചോദ്യം കാണുമ്പോൾ തന്നെ അയ്യോ ഇതെനിക്ക് അറിയില്ല എന്നുള്ള ചിന്തയല്ല പോണ്ടത്. ട്രൈ ചെയ്യുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. അപ്പോൾ പ്രൈമറി അമൈൻ ഞാൻ എടുക്കുന്നു. ഒരു നിമിഷം. യെസ്, ഞാനൊരു പ്രൈമറി അമൈൻ എടുത്തു, മെത്തൻ അമൈൻ ഞാൻ എടുത്തു. അത് ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ആസിഡ് അൺഹൈഡ്രൈഡ്. ഏതെങ്കിലും ഒരു ആസിഡ് അൺഹൈഡ്രൈഡ് എടുക്കാം. ഞാൻ അസറ്റിക് അൺഹൈഡ്രൈഡ് തന്നെ എടുക്കുകയാണ്. ദാറ്റ് ഈസ് CH3CO2O. ഇപ്പം ഓർമ്മയിൽ വന്നു.
ഇപ്പൊ റിയാക്ഷൻ ഓർമ്മയിൽ വന്നു. എന്താ സംഭവിക്കുക? യെസ്, ഇവിടെയുള്ള അമൈനിലെ ഒരു ഹൈഡ്രജന് പകരം ആര് വരും? COCH3 ഗ്രൂപ്പ് അങ്ങ് എന്താകും? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആകും. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താ വരിക? CH3 NHCOCH3 എന്നാണ് നമ്മളുടെ ആൻസർ വരിക. ശരിയല്ലേ? ഇതെന്താണ് ആള് എന്ന് നിങ്ങൾ പറഞ്ഞേ. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? CONH. ഇതാണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. CONH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അമൈഡ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, എന്താണ് ഇയാളുടെ പേര് എന്നും കൂടി പറയാം നിങ്ങൾ. ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുക, പേരെന്താണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. CH3CONH2 എന്നായിരുന്നു എങ്കിൽ പേരെന്താ വരിക? പേരെന്താ വരിക പറഞ്ഞോ? യെസ്, പേര് എത്തനമൈഡ് എന്നാണ് വരിക. ശരിയല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ നൈട്രജനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി ഉണ്ട്. അപ്പൊ അയാളുടെ പേരെന്താ വരിക? എൻ മീഥൈൽ. ആരാ സബ്സ്റ്റിറ്റ്യൂഷൻ? മീഥൈൽ ഗ്രൂപ്പ് അല്ലേ? എൻ മീഥൈൽ എത്തനമൈഡ്, അല്ലെങ്കിൽ എത്തനമൈഡിനെ നമുക്ക് അസറ്റമൈഡ് എന്നും വിളിക്കാം. എൻ മീഥൈൽ എത്തനമൈഡ് ഓർ എൻ മീഥൈൽ അസറ്റമൈഡ്. അസറ്റമൈഡ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാൻ പറ്റും. റെഡി? അടുത്ത ചോദ്യം നോക്കുക. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് അമൈൻസ് വിൽ ഗീവ് കാർബൈൽ അമൈൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഐസോസൈനൈഡ് ടെസ്റ്റ്? ആരാണ് ഐസോസൈനൈഡ് ടെസ്റ്റ് തരിക? യെസ്, ഐസോസൈനൈഡ് ടെസ്റ്റ് തരുന്നത് പ്രൈമറി അമൈനുകളാണ്. പ്രൈമറി ആലിഫാറ്റിക്കും തരും, പ്രൈമറി അരോമാറ്റിക്കും തരും. സോ ഇവിടെ ഏതാണ് പ്രൈമറി അമൈൻ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇതാ, നൈട്രജന്റെ കൂടെ 2 ഹൈഡ്രജൻ ഉള്ള ഓപ്ഷൻ ഏതാണോ അതാണ് ആൻസർ വരിക. അവരാണ് എന്ത് തരിക? ഈ പറയുന്ന കാർബൈൽ അമൈൻ ടെസ്റ്റ് തരിക. എൻ്റെ കയ്യിൽ പ്രൈമറി അമൈൻ RNH2 ഉണ്ടെങ്കിൽ ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് ബേസ് ലൈക്ക് KOH. നമ്മൾ പതുക്കെ ഇത് എന്ത് ചെയ്യുന്നു? റിയാക്ഷൻ മിക്സ്ചർ ഹീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഒരു അസഹനീയമായിട്ടുള്ള സ്മെല്ലുള്ള ഒരു കോമ്പൗണ്ട്, ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് പുറത്തേക്ക് വരിക. ദാറ്റ് ഈസ് ഐസോസൈനൈഡ്. എന്തൊക്കെയാണ് ബൈ പ്രൊഡക്റ്റ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. KCl-ഉം അതുപോലെ തന്നെ ആരും ഉണ്ടായിരിക്കും? വാട്ടറും ഉണ്ടായിരിക്കും എന്നും കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, പിരിഡിൻ ഈസ് ലെസ് ബേസിക് ദാൻ ട്രൈ ഈഥൈൽ അമൈൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ പിരിഡിൻ, ഇതാണ് പിരിഡിന്റെ സ്ട്രക്ചർ വരുന്നത്. ട്രൈ ഈഥൈൽ അമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2H5 ത്രൈസ് N. ഇതല്ലേ ട്രൈ ഈഥൈൽ അമൈൻ? ഇതാണ് പിരിഡിന്, ഇതാണ് ട്രൈ ഈഥൈൽ അമൈൻ. അവർ പറയുന്നു പിരിഡിൻ ഈസ് ലെസ് ബേസിക് ദാൻ ട്രൈ ഈഥൈൽ അമൈൻ. അപ്പൊ നമുക്ക് കാരണങ്ങൾ നോക്കാം. നമുക്ക് ഈ പറയുന്ന പിരിഡിനിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബേസിക് ക്യാരക്ടർ കുറവ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ട്രൈ ഈഥൈൽ അമൈനിന്റെ കേസിൽ ഇവിടെ C2H5 ഗ്രൂപ്പ് 3 ഉണ്ട്. ഇവര് ഈ പറയുന്ന +I എഫക്റ്റ് വഴി, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇൻഡക്റ്റീവ് എഫക്റ്റ് വഴി നൈട്രജനിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുകയും ഇവിടെയുള്ള ലോൺ പെയറിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്താക്കുകയും ചെയ്യും? കൂട്ടുകയും ചെയ്യും. അതോടുകൂടി ഈ നൈട്രജനിന് ഡൊണേറ്റ് ചെയ്യാനുള്ള പവർ എന്താവുകയും ചെയ്യും? കൂടുകയും ചെയ്യും. എന്നാൽ എന്താണ് പിരിഡിനിലെ പ്രശ്നം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറയുന്ന പിരിഡിനിലെ ഈ നൈട്രജൻ നോക്കൂ, ഈ നൈട്രജൻ എന്ത് നൈട്രജൻ അല്ല? ഈ നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sp3 നൈട്രജൻ അല്ല എന്ന് മനസ്സിലാക്കുക. ഈ പിരിഡിനിലെ നൈട്രജൻ എന്ത് നൈട്രജൻ ആണ്? ഡബിൾ ബോണ്ടഡ് നൈട്രജൻ ആണ്. അതായത് എന്ത് നൈട്രജൻ ആണ്? sp2 നൈട്രജൻ ആണ്. ഇത് sp2 നൈട്രജൻ ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ നൈട്രജന് ലോൺ പെയറിലേക്കുള്ള ആ ഒരു അട്രാക്ഷൻ എന്താകും? കൂടും. അതോടുകൂടി ആ ലോൺ പെയർ ഡൊണേഷന് വേണ്ടി അത്രത്തോളം എന്തുണ്ടാവില്ല? ഒരു താല്പര്യം പിരിഡിൻ എന്ന് പറയുന്ന മോളിക്യൂളിന് ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ആൻസർ കറക്റ്റ് വരുന്ന ഏതാ? പിരിഡിൻ ഹാസ് അരോമാറ്റിക് ക്യാരക്ടർ. പിരിഡിൻ അരോമാറ്റിക് ആണ്, അത് ശരിയാണ്. പക്ഷെ ഈ പറഞ്ഞതിനുള്ള ആൻസർ അതല്ല. നൈട്രജൻ ഇൻ പിരിഡിൻ ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്, അതാണ് ശരി. പിരിഡിൻ ഈസ് സൈക്ലിക്, കറക്റ്റ് ആണ്. പക്ഷെ ചോദ്യത്തിനുള്ള ആൻസർ അതല്ല. ഇൻ പിരിഡിൻ ലോൺ പെയർ ഓഫ് നൈട്രജൻ ഈസ് ഡീലോക്കലൈസ്ഡ്, അത് തെറ്റാണ്. ലോൺ പെയർ ഓഫ് നൈട്രജൻ ഡീലോക്കലൈസ്ഡ് അല്ല പിരിഡിനിൽ. പൈറോളിലാണ് എന്ത് വരുന്നത്? ഡീലോക്കലൈസേഷൻ വരുന്നത്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷനിലെ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചത്. ഇത് അനിലിനാണ് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ,
അനിലിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ. അപ്പൊ നിങ്ങൾ പറഞ്ഞേ അനിലിൻ ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ നമുക്ക് എന്താ കിട്ടുക? യെസ്, നമുക്ക് ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് രണ്ട് ഓർത്തോ പൊസിഷനിലും ഒരു പാരാ പൊസിഷനിലും ആര് വന്നിട്ടുണ്ട്? ഈ പറയുന്ന ബ്രോമിൻ വന്നിട്ടുണ്ട്. ഫോളോഡ് ബൈ സെക്കൻഡ് സ്റ്റെപ്പ് എന്താന്ന് നോക്കൂ, NaNO2HCl at 273 Kelvin and that is diazotization. അപ്പൊ ഈ NH2 എന്ന് പറയുന്ന ഭാഗം എന്തായിട്ട് മാറും? N2Cl ആയിട്ട് മാറും. N2Cl ആയിട്ട് മാറും. ഓക്കെ, അതായിട്ട് മാറി. ഇനി എന്ത് സംഭവിക്കും? H3PO2 ആണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, H3PO2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഈ പറയുന്ന N2Cl എന്ന് പറയുന്ന ഭാഗത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആര് വരും? ഹൈഡ്രജൻ ആണ് വരിക. ഓക്കെ, ഹൈഡ്രജൻ ആണ് വരിക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എത്തനോൾ ഉപയോഗിക്കാം. സോ ഇവിടെ ഹൈഡ്രജൻ വരും, ബാക്കി ബ്രോമിനുകൾ. അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ് വരിക. എന്താണ് ഫൈനൽ പ്രൊഡക്റ്റിന്റെ പേര്? യെസ്, നമുക്കിവിടെ ബ്രോമിൻ 1 കൊടുത്തു. അപ്പൊ ഇത് 3, ഇത് 5. 1,3,5 ട്രൈ ബ്രോമോ ബെൻസീൻ. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 1 ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇൻ കോമ്പൗണ്ട് 1 and 2 ഷോൺ ബിലോ വിച്ച് പൊസിഷൻസ് ആർ ആക്ടിവേറ്റഡ് ഫോർ കപ്ലിംഗ് റിയാക്ഷൻ. അപ്പൊ കപ്ലിംഗ് റിയാക്ഷൻ നടക്കാൻ നമുക്കറിയാം, കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ ഡയസോണിയം സോൾട്ട് ആരുമായിട്ട്? ഹൈലി ആക്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഈ പറയുന്ന കോമ്പൗണ്ട് ലൈക്ക് അനിലിൻ അല്ലെങ്കിൽ ഫിനോളും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക? കപ്ലിംഗ് റിയാക്ഷൻ എന്ന് വിളിക്കുക. അവിടെ ഉണ്ടാകുന്നത് അസോഡൈസ് ആണ്. കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. രണ്ട് ബെൻസീൻ റിങ്ങിന്റെ ഇടയിൽ ഒരു N ഡബിൾ ബോണ്ട് ആൻഡ് അസോ ഗ്രൂപ്പ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇനി ഇവിടെ ചോദിച്ചത് ഇൻ കോമ്പൗണ്ട് 1 and 2, ഇതാണ് കോമ്പൗണ്ട് 1, ഇതാണ് കോമ്പൗണ്ട് 2. വിച്ച് പൊസിഷൻ ആർ ആക്ടിവേറ്റഡ് ഫോർ കപ്ലിംഗ് റിയാക്ഷൻ. അപ്പൊ കപ്ലിംഗ് റിയാക്ഷനിന്റെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ഏതാണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ള പൊസിഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ 1 നോക്കുക. ഇവിടെ ആക്ടിവേറ്റഡ്, അതായത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുക എന്നാണ് ചോദിച്ചത്. ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുക ആക്ടിവേഷൻ പവർ ഏറ്റവും കൂടുതൽ ഉള്ള ആളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ രണ്ട് പേരുണ്ട്, ഒന്ന് NH2 ഉണ്ട്, ഒന്ന് O- ഉണ്ട്. നിങ്ങൾക്കറിയാം ആരുടെ ആക്ടിവേഷൻ പവർ ആണ് കൂടുതൽ വരിക? O- ആക്ടിവേഷൻ പവർ ആണ് കൂടുതൽ വരിക, നെഗറ്റീവ് ചാർജ് ഉള്ള ആളുടെ. അയാൾ എന്ത് ഡയറക്റ്റിംഗ് ആയിരിക്കും? ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. പക്ഷെ അയാളുടെ എന്ത് ബ്ലോക്ക്ഡ് ആണ്? പാര ബ്ലോക്ക്ഡ് ആണ്. അങ്ങനെ പാര ബ്ലോക്ക്ഡ് ആണെങ്കിൽ പിന്നെ ഏത് പൊസിഷനെ അവൈലബിൾ ആയിട്ടുള്ളൂ? ഓർത്തോ പൊസിഷൻ. അത് ഏതൊക്കെയാ വരുന്നത്? 2ഉം 3ഉം. അപ്പോൾ 1 എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിൽ ആക്ടിവേഷൻ പവർ മാക്സിമം വരുന്നത് എവിടെയാണ്? O- എന്ന് പറയുന്ന ആളുടെ ഓർത്തോ പൊസിഷനുകളിലാണ്. പാര വരാത്തതിനുള്ള കാരണം അവിടെ NH2 ഉണ്ട്, അത് ബ്ലോക്ക്ഡ് ആണ്. ഇനി രണ്ടാമത്തെ ഈ ഒരു സ്ട്രക്ചറിൽ ഒന്നുള്ളത് OH ആണ്, ഒന്നുള്ളത് NH3+ ആണ്. പ്ലസ് ഉള്ള ആള് ഡീആക്ടിവേറ്റിംഗ് ആണ്. ആക്ടിവേറ്റിംഗ് ആര് മാത്രമേ ഉള്ളൂ? OH മാത്രമേ ഉള്ളൂ. ആക്ടിവേറ്റിംഗ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. എന്നാൽ പാര എന്താണ്? ബ്ലോക്ക്ഡ് ആണ്. അപ്പൊ എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? രണ്ട് ഓർത്തോ പൊസിഷൻ. അപ്പൊ രണ്ട് കേസിലും എവിടെയാണ് ആക്ടിവേറ്റഡ് ആയിട്ട് വരുന്നത്? 2, 3 എന്ന് പറയുന്ന പൊസിഷൻ അല്ലേ? സോ നമ്മളുടെ കറക്റ്റ് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. മനസ്സിലായോ ചോദ്യങ്ങൾ വരുന്നത്? റൈറ്റ്. അടുത്ത ഒരു ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ആരോമാറ്റിക് ഡയസോണിയം സോൾട്ട് ആർ മോർ സ്റ്റേബിൾ ദാൻ ആലിഫാറ്റിക് ഡയസോണിയം സോൾട്ട്. ആരോമാറ്റിക് ഡയസോണിയം സോൾട്ട്, ഞാൻ ബെൻസീൻ ഡയസോണിയം സോൾട്ട് എടുക്കുകയാണ്. ഇതാ N2+ അല്ലെ, N2+ എന്ന് പറയുന്ന സിസ്റ്റം ഞാൻ എടുത്തു. ഇനി ആലിഫാറ്റിക് ഡയസോണിയം സോൾട്ട് നമ്മൾ എടുക്കുകയാണ്, CH3N2+ എന്ന് ഞാൻ എടുത്തു. ഓക്കെ, ഇവിടെ രണ്ട് സ്ഥലത്തും സത്യത്തിൽ അൺസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി വിസിബിൾ ആണ്. കാരണം ഈ രണ്ട് കേസിലും പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള നൈട്രജന്റെ മുകളിലാണ് രണ്ട് സ്ഥലത്തും. എന്നാൽ ഇവിടെ കുറച്ചുകൂടി എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളതിനുള്ള ഒരു കാരണം നമുക്ക് പറയാൻ പറ്റുക, ഈ പോസിറ്റീവ് ചാർജ് ഈ ബെൻസീൻ റിങ്ങുമായിട്ടുള്ള റെസൊണൻസ് കോൺജുഗേഷനിൽ ഇൻവോൾവ്ഡ് ആണ്. നിങ്ങൾക്ക് കാണാം ഡബിൾ, സിംഗിൾ പോസിറ്റീവ് ഈ കോൺജുഗേഷനിൽ വരുന്നത് കൊണ്ട് ഇവർ അല്പം കൂടി എന്താണ്? സ്റ്റേബിൾ ആണ്. കുറച്ചു നേരം, ഫോർ എന്താ പറയാ, ഫ്യൂ സെക്കൻഡ്സ് അവരെന്തായിരിക്കും അവിടെ ഉണ്ടാവും.
എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ നൈട്രജന്റെ മേലെയാണ് പ്ലസ് ഉള്ളത്. ഇവിടെ പ്രത്യേകിച്ച് എന്തില്ല, ഈ പറയുന്ന റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഹൈലി അൺസ്റ്റേബിൾ തന്നെയാണ്. അപ്പോൾ അരോമാറ്റിക് ഡയസോണിയം സോൾട്ട് ആർ മോർ സ്റ്റേബിൾ ദാൻ അലിഫാറ്റിക് ഡയസോണിയം സോൾട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഡയസോണിയം സോൾട്ട്, ഈ ഡയസോണിയം സോൾട്ട് എന്ന് ഉദ്ദേശിച്ചത് സത്യത്തിൽ ഏതിനെ തന്നെയാണ്? ഈ പറയുന്ന എന്താണ് നമ്മളുടെ ഈ പറയുന്ന സ്ട്രക്ചറാണ്, ശരിയല്ലേ? സോ ഡയസോണിയം സോൾട്ട് ആർ സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ് എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, സോ ഇതാണ് ഡയസോണിയം സോൾട്ട്. ഈ പറയുന്ന ഡയസോണിയം സോൾട്ട് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരോമാറ്റിക്കിന്റെ കേസിൽ അതെന്താണ്, അത് ശരിയായിട്ട് തന്നെയാണ് വരുന്നത്. ഇറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. എന്നാൽ അലിഫാറ്റിക്കിന്റെ കേസിൽ ആ N2+ എന്താവുന്നില്ല, സ്റ്റെബിലൈസ്ഡ് ആവുന്നില്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബോത്ത് ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്ത ഒരു ചോദ്യം നിങ്ങൾ നോക്കുക. വിച്ച് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? Aniline is usually colorless but get colored on storage due to atmospheric oxidation. ഈ സ്റ്റേറ്റ്മെന്റ് NCERT സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ആണ്. ഇതുപോലെ മറ്റൊരാളും കൂടി ഉണ്ട്. ആരാണത്? ഫിനോൾ ആണ്. ഫിനോളും സ്റ്റോറേജിലാണ് കളേർഡ് ആവുക ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ക്വിനോൺ ലൈക്ക് സ്ട്രക്ചർ, ബെൻസോക്വിനോൺ പോലെയുള്ള സ്ട്രക്ചറുകൾ ഉണ്ടാവുന്നത്. ലോവർ ആലിഫാറ്റിക് അമൈൻസ് ആർ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ, തെറ്റാണ്. ലോവർ ആലിഫാറ്റിക് അമൈനുകൾക്ക് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും വെള്ളവുമായിട്ട്. സോ ദേ ആർ സോല്യൂബിൾ. സോ ബി തെറ്റാണ്. അമൈൻസ് ആർ സോല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ് ലൈക്ക് ആൽക്കഹോൾ, ഈതർ, ബെൻസീൻ, ശരിയാണ്. ഓക്കെ, അമൈനുകൾ എന്താണ്, ഒരുപാട് പോളാർ അല്ല, അതുകൊണ്ട് തന്നെ അവരിൽ നോൺ പോളാർ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അവർ നോൺ പോളാർ സോൾവെന്റിൽ എന്തായിരിക്കും? ഡിസോൾവ്ഡ് ആയിരിക്കും. ആൽക്കഹോൾ ആർ മോർ പോളാർ ദാൻ അമൈൻ, കറക്റ്റ് ആണ്. ആൽക്കഹോളിൽ ഓക്സിജൻ ആണുള്ളത് കണക്റ്റഡ് ടു ഹൈഡ്രജൻ, അമൈനിൽ നൈട്രജൻ ആണുള്ളത് കണക്റ്റഡ് ടു ഹൈഡ്രജൻ. ഓക്സിജൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ, അപ്പൊ അവിടെ പൊളാരിറ്റി കൂടുതൽ ആർക്കായിരിക്കും? ആൽക്കഹോളിനായിരിക്കും. ആൻഡ് ഫോം സ്ട്രോങ്ങർ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ദാൻ അമൈൻ, അത് തെറ്റാണ്. ഓക്കെ, NCERT സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദേ ഫോം സ്ട്രോങ്ങർ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്നാണ്. ദ ലോവർ ആലിഫാറ്റിക് അമൈൻ ആർ ഗ്യാസസ് വിത്ത് ഫിഷി ഓർഡർ. ലോവർ ആലിഫാറ്റിക് അമൈനുകൾ എന്താണ് എന്നാ പറയുന്നത്? ഗ്യാസുകളാണ് വിത്ത് ഫിഷി ഓർഡർ, അത് ശരിയാണ്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എയും സിയും ഇയുമാണ് കറക്റ്റ് വരിക. സോ ഓപ്ഷൻ എ നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്തത് വിച്ച് റിയാക്ഷൻ വിൽ നോട്ട് ഗീവ് പ്രൈമറി അമൈൻ ആസ് ദ പ്രൊഡക്റ്റ്? ഇതിൽ ഏത് റിയാക്ഷൻ ആണ് പ്രൈമറി അമൈൻ തരാത്തത്? ശ്രദ്ധിക്കണേ, ഇതിൽ ഏതാണ് പ്രൈമറി അമൈൻ പ്രൊഡക്റ്റ് ആയിട്ട് തരാത്തത് എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, ആദ്യത്തെ ഓപ്ഷൻ CH3CH2Cl ട്രീറ്റഡ് വിത്ത് എത്തനോളിക് NaCN. അപ്പൊ Cl പകരം എന്ത് വരും? Cn വരും. അപ്പൊ ഫസ്റ്റ് CH3CH2Cn വരും. ഓൺ റിഡക്ഷൻ എന്താ തരിക? CH3CH2, Cn പകരം എന്ത് വരും? CH2NH2. ഉറപ്പായിട്ട് ഇത് പ്രൈമറി അമൈൻ ആണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ ഇതല്ല. ഇനി നോക്കുക, നൈട്രൈൽ ആണിത്, ട്രീറ്റഡ് വിത്ത് H2Ni, ഓർ ആണ്, സോഡിയം അമാൽഗം ഇൻ എത്തനോൾ. ഓക്കെ, അത് ഓർ ആണ്. സോ ഇത് രണ്ടായാലും ഇവിടെ CH3Cn എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? കറസ്പോണ്ടിങ് പ്രൈമറി അമൈൻ ആയിട്ട് മാറും. ഇനി സി നോക്കുക, ഇത് അമൈഡ് ആണ്, PR2NaOH, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. CO ഗ്രൂപ്പ് അങ്ങ് അയച്ചു കളഞ്ഞാൽ നമ്മളുടെ ആൻസർ ആയി അല്ലേ? CH3NH2 വന്നു. ഉറപ്പായിട്ട് നമ്മളുടെ ആൻസർ അല്ലാതിരിക്കുക ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കണം. സോ CH3CH2Cl ആദ്യം NH3 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? CH3CH2, ഇവിടുത്തെ Cl-ഉം ഒരു H-ഉം കളയുക. അപ്പൊ എന്ത് കിട്ടും? NH2 എന്ന് കിട്ടും. ഈ CH3CH2NH2 ആരുമായിട്ട് റിയാക്ട് ചെയ്യും? C2H5Cl 1 മോളുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? C2H5Cl 1 മോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു H-ഉം ഇവിടെ നിന്ന് ഒരു Cl-ഉം പോകും. എന്നിട്ട് H-ന് പകരം C2H5 കൊടുക്കുക. അതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ വരിക. അപ്പൊ എന്താ വരിക? CH3CH2NH എന്ത് എന്ന് വരും? C2H5 എന്ന് വരും. ഓക്കെ, ഇതെന്ത് അമൈൻ ആണ്? ദിസ് ഈസ് സെക്കൻഡറി അമൈൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ പ്രൈമറി അമൈൻ അല്ല ആൻസർ ആയിട്ട് വരുന്നത്. സോ അവർ ചോദിച്ചത് വിച്ച് വിൽ നോട്ട് ഗീവ് പ്രൈമറി അമൈൻ ആസ് പ്രൊഡക്റ്റ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് മനസ്സിലാക്കി. നെക്സ്റ്റ്,
ഒരു ചോദ്യം ഇതാ, ഇതൊരു നൈട്രൈലാണ്. നൈട്രൈലിനെ ഇവർ ഹൈഡ്രോളിസിസ് ചെയ്യാണ്. പക്ഷെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പാർഷ്യൽ ഹൈഡ്രോളിസിസ്. അപ്പൊ നൈട്രൈലുകളെ നമ്മൾ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആയിട്ടാണ് ഹൈഡ്രോളിസിസ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ആൻസർ എന്താ വരിക? യെസ്, നമ്മളുടെ ആൻസർ വരിക അമൈഡ് ആണ്. എന്നാൽ എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിട്ടാണ് മാറുക? ആസിഡ് ആയിട്ടാണ് മാറുക. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ ആസിഡ് പ്രൊഡക്റ്റ് എഴുതണോ അതോ അമൈഡ് എഴുതണോ? നിങ്ങളോട് പാർഷ്യൽ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അമൈഡ് സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്യുക. ഒന്നും മെൻഷൻ ചെയ്തില്ല, വെറുതെ വെള്ളം എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആൻസർ ആയിട്ട് എടുക്കാം? ഈ പറയുന്ന ആസിഡ് ആൻസർ ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ അമൈഡ് ആണ് ആൻസർ വരിക. അപ്പോൾ ഇത് CH3 നോക്കൂ, എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 കാർബൺ. അപ്പൊ CH3 CH2 CH2, ആ CN ഇനി എന്തായിട്ട് മാറും? CONH2 ആയിട്ട് മാറും. ഇതെന്തുമായിട്ട് ട്രീറ്റ് ചെയ്യും? Br2 bar KOH, അഗെയിൻ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ CO അങ്ങ് മായ്ച്ചു കളഞ്ഞാൽ പോരെ. അപ്പൊ എന്താ കിട്ടുക? CH3 CH2 CH2 എന്ത് എന്ന് കിട്ടും? NH2 എന്ന് കിട്ടും. അതായത് പ്രൊപ്പനമൈൻ ആണ് ആൻസർ വരിക. അപ്പൊ ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് നോക്കൂ. CH3 CH2 CH2 NH2 ഇതല്ലേ ആൻസർ വരുന്നത്? ഓപ്ഷൻ 1 ആണ് ആൻസർ വരിക. ഓക്കെ, 3 കാർബൺ അല്ലേ ഉള്ളത്. ആദ്യം 1 2 3 4 കാർബൺ ഉണ്ടായി. ഹോഫ്മാൻ ബ്രോമൈഡ് വരുമ്പം ഒരു കാർബൺ പോയി. അപ്പം 1 2 3 3 കാർബൺ ബാക്കി ഉണ്ടാവും. 1 2 3 3 കാർബൺ ആണ് ഇവിടെ. 1 2 3 4 വരില്ല, 1 2 വരില്ല. ഓക്കെ, ഇത് നൈട്രൈലാണ് വരില്ല. ഓക്കെ, സോ അത്രയും മനസ്സിലായി. അടുത്തത്, നൗഡേയ്സ് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമൈൻസ് ആർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പറയുന്ന പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമൈനുകളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അല്ലേ, അതേതാണ്? ഹിംസ്ബർഗ് ടെസ്റ്റ് ആണ്. ഹിംസ്ബർഗ് റിയേജന്റ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. എന്നാൽ ഇപ്പോ നമ്മൾ അതല്ല, അല്ലെങ്കിൽ NCERTന്റെ ഒരു ഭാഗത്തെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്, നൗഡേയ്സ് ഈ പറയുന്ന ഹിംസ്ബർഗ് റിയേജന്റ് എന്ന് പറയുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? പാരാടൊളുവിൻ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ആളെയാണ് ഉപയോഗിക്കുക. സോ ഓപ്ഷൻ ഏതെടുക്കാം? ഓപ്ഷൻ 3 അല്ലെ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ സാധിക്കും. ഐഡന്റിഫൈ എക്സ്. ഓക്കെ, ഐഡന്റിഫൈ എക്സ്, ഇത് ബെൻസീൻ റിംഗ് ആണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ, ഐഡന്റിഫൈ എക്സ്. ഫസ്റ്റ് സ്റ്റേജിൽ എന്താ സംഭവിക്കുക? ഇവിടെ CH3 ഉണ്ട്, ഇവിടെ NH2 ഉണ്ട്. ഇത് അസറ്റിലേഷൻ ആണ് അല്ലെ, പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ഈ CH3CO എന്ന് പറയുന്ന ഭാഗം ഇവിടുത്തെ ഒരു Hന് പകരം കയറും, ശരിയല്ലേ? അപ്പൊ എന്താണ് സംഭവിക്കുക? നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോളൂ, ഇവിടെ CH3 അതുപോലെ തന്നെ ഉണ്ടാവും. ഇവിടുത്തെ NH2 പകരം എന്ത് വരും? NH2 പകരം ഒരു Hന് പകരം COCH3 കയറി, അസറ്റിലേഷൻ. ഇനി എന്താ സംഭവിക്കുന്നത്? ബ്രോമിനേഷൻ ആണ് സംഭവിക്കുന്നത്. Br2 ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് ആസിഡ്, ബ്രോമിനേഷൻ. അപ്പൊ നിങ്ങൾ പറയാ ബ്രോമോണിയം അയോണൊക്കെ പോവും. പക്ഷെ എങ്ങോട്ടേക്ക് പോകും? CH3 ആണോ നല്ല ആക്ടിവേറ്റിംഗ്? NHCOCH3 ആണോ നല്ല ആക്ടിവേറ്റിംഗ്? CH3 ആക്ടിവേറ്റിംഗ് ത്രൂ ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. എന്നാൽ NHCOCH3 ആക്ടിവേറ്റിംഗ് ത്രൂ എന്താണ്? റെസൊണൻസ് ആണ്. റെസൊണൻസ് ആണ് നല്ല എഫക്റ്റ്. അപ്പൊ NHCOCH3 ആണ് പ്രൊഡക്റ്റ് പോകേണ്ട ഓറിയന്റേഷൻ തീരുമാനിക്കുക. അവർ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. പാരയാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരേണ്ടത്. പക്ഷേ പാരയിൽ ആരുണ്ട്? CH3 ഉണ്ട്, ബ്ലോക്ക്ഡ് ആണ്. അപ്പൊ ഇയാളുടെ എങ്ങോട്ടേക്ക് കയറും? ഓർത്തോയിലേക്ക് കയറും. അപ്പൊ നമ്മൾക്ക് അടുത്ത സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ NHCOCH3 ഉണ്ട്, ഇവിടെ എന്ത് വരും? ബ്രോമിൻ കയറി. ഇവിടെ നമ്മൾ എത്തി. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രീറ്റഡ് വിത്ത് ആസിഡ്. അപ്പൊ എന്ത് സംഭവിക്കും? NHCOCH3 എന്നുള്ള ഭാഗം വീണ്ടും NH2 ആയിട്ട് മാറും, ഡീപ്രൊട്ടക്ഷൻ, ശരിയല്ലേ? അപ്പൊ ഇവിടെ CH3, ഇവിടെ Br, ഇവിടെ എന്ത് വരും? NH2 എന്ന് വരും. അപ്പൊ ഏതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ശരിയല്ലേ? CH3, പിന്നെ താഴെ Br-ഉം ഇവിടെ NH2. സോ ഓപ്ഷൻ 2 ഈസ് അവർ ആൻസർ. ദ സ്ട്രോങ്ങസ്റ്റ് ബേസ് എമംഗ് ദ ഫോളോയിങ്. ഇതിൽ ഏതാണ് സ്ട്രോങ്ങസ്റ്റ് ബേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഏതാണ് സ്ട്രോങ്ങസ്റ്റ് ബേസ്? അപ്പൊ നമുക്കറിയാം ബേസിക് ക്യാരക്ടർ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബേസ് ആരാണ് നല്ല ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കാണോ ഒരുപാട് ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ നൈട്രജൻ ആറ്റം ഉള്ളത് അയാളാണ് നല്ല ബേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഒക്കെ ആരുണ്ട്? നൈട്രജൻ ആറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആരിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ നൈട്രജൻ ആറ്റം കൂടി നിൽക്കുന്നത്? അപ്പോൾ ഈ പറയുന്ന ബേസിക് ക്യാരക്ടർ കുറയാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റെസൊണൻസ് ഉണ്ടെങ്കിൽ കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ബേസിക് ക്യാരക്ടർ എന്തായേക്കാം? കുറഞ്ഞേക്കാം. ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ബേസിക് ക്യാരക്ടർ എന്തായേക്കാം? കൂടിയേക്കാം. ഈ പറയുന്ന ലോൺ പെയർ റെസൊണൻസ് അല്ലെങ്കിൽ അരോമാറ്റിക്സിറ്റിയിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ ബേസിക് ക്യാരക്ടർ എന്തായേക്കാം? കുറഞ്ഞേക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ ഓരോന്നായിട്ട് നോക്കുക. ഇവിടെ ആരൊക്കെ റെസൊണൻസിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ നൈട്രജൻ റെസൊണൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന അരോമാറ്റിസിറ്റിയുടെ ഭാഗമാണ് എന്ന് നമുക്ക് നോക്കുമ്പോൾ, ഓപ്ഷൻ 1 ഇത് പിരിഡിനാണ്. പിരിഡിനിലെ ലോൺ പെയർ ഡീലോക്കലൈസ്ഡ് അല്ല, അത് ലോക്കലൈസ്ഡ് ആണ്. എന്നാൽ രണ്ടാമത്തെ ആള് ഇതാരാണ്? പൈറോൾ ആണ്. പൈറോളിലെ ഈ ലോൺ പെയർ എന്തിൽ പങ്കെടുക്കുന്നുണ്ട്? ഈ പറയുന്ന ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം ഈ പറയുന്ന ഈ 2 ഇലക്ട്രോണുകൾ കാരണമാണ് ഈ സിസ്റ്റം എന്തായിട്ട് നിൽക്കുന്നത്? അരോമാറ്റിക് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ലോൺ പെയറിന് ഒരിക്കലും ആര് കൊടുക്കില്ല? ഈ നൈട്രജൻ കൊടുക്കില്ല, ഡൊണേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഡൊണേറ്റ് ചെയ്തില്ലെങ്കിൽ അത് ലീസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും സ്ട്രോങ്ങസ്റ്റ് ബേസ് ഏത് വരില്ല? 2 വരില്ല. ഇനി 3ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മറ്റൊന്നും കാണാനില്ല, കോൺജുഗേഷൻ ഒന്നും കാണാനില്ല. അപ്പൊ അവിടെ റെസൊണൻസോ അരോമാറ്റിസിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓപ്ഷൻ 4 നോക്കുമ്പോൾ ഇവിടെ ഡബിൾ സിംഗിൾ ലോൺ പെയർ, ഈ പറയുന്ന ലോൺ പെയർ ഈ അരോമാറ്റിക് റിങ്ങുമായിട്ട് കോൺജുഗേറ്റഡ് ആണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലോൺ പെയർ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? റിങ്ങിലേക്ക് മൂവ് ചെയ്യും. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടേക്കും, ഇവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ടേക്കും, ഇവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ടേക്കൊക്കെ ചാടിത്തിരിഞ്ഞാണ് വരിക. അപ്പോൾ ഈ ലോൺ പെയർ അവൈലബിൾ ഓൺ ദിസ് നൈട്രജൻ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. അയാൾ ഇങ്ങനെ റിങ്ങിലൂടെ കയറി ഇറങ്ങി കളിക്കും. അപ്പൊ ഇതും നല്ലൊരു ബേസ് ആവാൻ സാധ്യതയില്ല. കാരണം ഈ ലോൺ പെയർ ഇങ്ങനെ ഇതിലൂടെ കയറി ഇറങ്ങി കളിക്കുകയാണെങ്കിൽ ഒരു ലൂയിസ് ആസിഡ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ലോൺ പെയറിനെ കിട്ടുമോ? കിട്ടില്ല. അപ്പൊ അതും വരില്ല. അപ്പൊ നമുക്ക് 1ഓ 3ഓ ആണ് വരിക. ഇനി നിങ്ങൾ നോക്കുക, 1ൽ നിങ്ങൾ നോക്കിയേ നൈട്രജൻ ഡബിൾ ബോണ്ടഡ് നൈട്രജൻ ആണ്, 3ൽ സിംഗിൾ ബോണ്ടഡ് നൈട്രജൻ ആണ്. അപ്പോൾ ഈ നൈട്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അങ്ങനെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള നൈട്രജൻ ആണെങ്കിൽ ഈ ലോൺ പെയറിനെ തന്റെ അടുത്തേക്ക് പിടിച്ചു വെക്കും. എന്നാൽ ഇവിടുത്തെ നൈട്രജൻ ഈ പറയുന്ന സിംഗിൾ ബോണ്ടഡ് നൈട്രജൻ ആണ്. അയാൾക്ക് ഈ നൈട്രജന്റെ അത്രത്തോളം ഈ ലോൺ പെയറിലേക്കുള്ള ഇൻട്രസ്റ്റ് ഇല്ല. ഇവിടെ ഈ നൈട്രജൻ ഈ ലോൺ പെയറിനെ അത്രത്തോളം ഇയാളെ പിടിച്ചു നിർത്തുന്നിടത്തോളം എന്ത് ചെയ്യില്ല? പിടിക്കില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ പറയുന്ന നൈട്രജനിന് ഈ പറയുന്ന ലോൺ പെയറിനോടുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ദിസ്. അത് മാത്രമല്ല, ഈ കാർബണിൽ നിന്നൊക്കെ എന്ത് വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും? ചെറിയൊരു ഇൻഡക്റ്റീവ് എഫക്റ്റ് വഴി ഈ നൈട്രജനിലെ ലോൺ പെയർ അവൈലബിലിറ്റി എന്താവുന്നുണ്ട് എന്നും പറയാൻ പറ്റും, കൂടുന്നുണ്ട് എന്നും പറയാൻ പറ്റും. ഓക്കെ, ഇത് പൈപ്പിരിഡിൻ ആണ് അല്ലെ? പൈപ്പിരിഡിൻ. സോ ഇതാണ് ഏറ്റവും സ്ട്രോങ് ബേസ് എന്ന് നമുക്ക് പറയാം. ബേസിസിറ്റിയുടെ ഓർഡർ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 3 ആണ് ഏറ്റവും നല്ല ബേസ്. ഇവിടെ 3 കഴിഞ്ഞാൽ ഞാൻ പറയും കോൺജുഗേഷൻ ഇല്ലാത്ത ഡബിൾ ബോണ്ടഡ് നൈട്രജൻ ആണ് വരിക, അതായത് ഫസ്റ്റ് ഓപ്ഷൻ. പിന്നെ വരിക ഞാൻ പറയുമ്പോൾ 4 ആണ് കേട്ടോ വരിക. കാരണം ഇത് സാധാ റെസൊണൻസ് ആണ്. ഈ ലോൺ പെയർ കാരണമല്ല ഇവിടെ ഇവർ അരോമാറ്റിസിറ്റി വന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഈ ലോൺ പെയർ കാരണം തന്നെയാണ് ഈ റിംഗ് അരോമാറ്റിക് ആയിട്ടുള്ളത്. അപ്പം ഈ ലോൺ പെയറിനെ കുറിച്ച് ഒരു ആസിഡും നോക്കേണ്ട കാര്യമില്ല, ആർക്കും കിട്ടില്ല. ഓക്കെ, ഒരു ലൂയിസ് ആസിഡിനും ഈ ലോൺ പെയറിനെ കിട്ടില്ല, കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ലോൺ പെയർ ആണ് ഈ റിങ്ങിന്റെ ശക്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ലീസ്റ്റ് ബേസിക് ആണ് ചോദിച്ചതെങ്കിൽ 2 ആണ് വരിക. മോസ്റ്റ് ബേസിക് ആണ് ചോദിച്ചതെങ്കിൽ ഏതാണ് വരിക? ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ അമൈൻസ് എന്നുള്ള ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും തിയറിയും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടി എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വേറെ ഒരു ദിവസം കാണാം. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.